ഓക്കെ അനു, ശരി. ഇപ്പം അനു പറഞ്ഞ് നിർത്തിയതിൻ്റെ തുടർച്ചയായി തന്നെ ഞാൻ അർജുനിലേക്ക് കൂടി പോവുകയാണ്. കാരണം ഒരു തൂണുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇക്കാര്യങ്ങളൊക്കെ തുടക്കമിട്ടിരുന്നു. ആ ഒരു തൂണിൽ ചാരിയാണ് മുഖ്യമന്ത്രി പലപ്പോഴും മുന്നോട്ട് നീങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാനത്ത് നീക്കം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകളും തർക്കങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. അതായത് ഈ ബെക്കാഡി കമ്പനി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ വട്ടമിട്ട് കറങ്ങുന്നുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം തേടിയിട്ടുണ്ട് എന്ന് 2021 തേടിയിട്ടുണ്ട് എന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു. വേറൊരു നരേറ്റീവാണ് MB രാജേഷ് പറയുന്നത്. അതായത് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്ന CPM നിലപാട് പൊള്ളയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇത് TP രാമകൃഷ്ണന്റെ കാലത്തും MV ഗോവിന്ദന്റെ കാലത്തും MB രാജേഷിന്റെ കാലത്തും ഒക്കെ നീക്കങ്ങൾ നടന്നതാണ്. ചുരുക്കത്തിൽ മുൻകാലത്തെ ചട്ട ഭേദഗതിയുടെ ഒരു തുടർച്ചയല്ലേ ഇപ്പോഴത്തെ നികുതി ഘടന? ഇപ്പോൾ ഈ സർക്കാർ, ഈ കഴിഞ്ഞ സർക്കാരിനെ ചാരുന്നതും പഠിക്കുന്നതും ഈ ചട്ട ഭേദഗതി ഉണ്ടാക്കിയത് നിങ്ങളല്ലേ, ഞങ്ങൾ നികുതി ഘടന മാത്രമാണ് നിശ്ചയിച്ചത്, അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ? അപ്പം ഒരാൾക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ അർജുൻ. സേതു, ഗുഡ് ഈവനിങ്. ഈ ഒരു പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് ഒരു കാരണം നേരത്തെ സേതു ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ചാരാനൊരു തൂണ് അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് LDF എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ 2021-22 അബ്കാരി നിയമം, അത് അബ്കാരി നയം, അത് കൃത്യമായി തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അത് പക്ഷേ ഇതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. ആ അബ്കാരി നയത്തിൽ തന്നെ കൃത്യമായി പറയുന്ന കാര്യം, അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളിലൂടെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് തൊട്ടിട്ടേ ഇല്ലാത്ത നിലപാടാണ് അന്നത്തെ സർക്കാർ സ്വീകരിച്ചത്. ആ സമയത്ത് തന്നെ ഈ പറയുന്ന ബക്കാഡി കമ്പനിയുടെ കത്തുണ്ട്. അവരുടെ ഈ നികുതി ഇളവല്ല, ഈ വീര്യം കുറഞ്ഞ മദ്യം, അതായത് 20% താഴെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യത്തെ കൂടി ഈ കാറ്റഗറൈസ് ചെയ്യണം എന്നുള്ള അവരുടെ ആവശ്യം മുന്നിലുണ്ട്. പക്ഷേ പിന്നീട് അബ്കാരി നയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും സർക്കാർ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ആവശ്യം പരിഗണിക്കുന്നത്. അത് അബ്കാരി നയത്തിൽ തന്നെ വരുന്നത് കാർഷിക മേഖലയിലെ ഈ ഉൽപ്പന്നങ്ങൾക്ക് അതിലൂടെ വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചട്ടം മുന്നോട്ട് വന്നു. അതിനുശേഷം ഇവർക്ക് കുറെ കൂടി എളുപ്പമായി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ നികുതി ഇളവ് എന്നുള്ള ആവശ്യം കഴിഞ്ഞ സർക്കാരിൻ്റെ ഏതെങ്കിലും പരിഗണനയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ നയമേ തന്നെ ഉപേക്ഷിച്ചു. അതായത് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ആശയമേ കഴിഞ്ഞ സർക്കാർ തൊട്ടില്ല. പിന്നീട് തുടർ നടപടി സ്വീകരിച്ചില്ല. പക്ഷേ ആ ചട്ടത്തിൽ നിന്നുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചത് ഈ സർക്കാരാണ്. അതായത് നികുതി ഇളവ് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നതും അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതും ഈ സർക്കാരാണെന്ന് നമുക്ക് കാണാം. അത് തന്നെയാണ് ഈ വിവാദത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി നികുതി ഇളവ് എന്തിനാണെന്ന് നമുക്ക് ചോദ്യം സ്വാഭാവികമായി ഉന്നയിക്കാം. കാരണം വീര്യം കൂടിയ മദ്യത്തിന് 250-ന് മുകളിൽ നികുതി നിലവിൽ ഉണ്ട് സംസ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ തന്നെ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് പ്രഖ്യാപിക്കാമായിരുന്നില്ല എന്ന ചോദ്യം ബാക്കിയാണ്. പക്ഷേ അതല്ല, നികുതി ഇളവ് കൊടുത്തുകൊണ്ട് ഒരു നീക്കം നടത്തി, അത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയാം. കാരണം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഘടന നിശ്ചയിച്ചത് കഴിഞ്ഞ സർക്കാരാണ്. അതിന് ഈ കാറ്റഗറൈസ് ചെയ്യുന്ന നിലയിലേക്ക് പോയതും പിന്നീട് അബ്കാരി നയത്തിൽ അത് ഉൾപ്പെടുത്തിയതുമൊക്കെ സർക്കാരാണ്. പക്ഷേ ആ സർക്കാർ അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. നികുതി നിശ്ചയിച്ചില്ല, അല്ലെങ്കിൽ അത് വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയില്ല. 3 വർഷത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയില്ല. പക്ഷേ ഇനി ഈ സർക്കാരിന് ചെയ്യാനുള്ളത് നികുതി നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സർക്കാർ തീരുമാനിച്ചു. അത് നികുതി ഇളവ് നൽകിക്കൊണ്ട് തീരുമാനിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് LDF ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഈ UDF-ന് ഈ മദ്യനയം തീരുമാനിക്കാം, വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമെന്നാണ് നയം എന്നൊക്കെ തീരുമാനിച്ചോട്ടെ. പക്ഷേ നികുതി ഇളവ് നൽകിക്കൊണ്ട് സാധാരണ മദ്യത്തിന് 250 നികുതി നിശ്ചയിക്കുന്നിടത്ത് ഇവിടെ 120-ഉം 175-ഉം നികുതി നിശ്ചയിച്ചുകൊണ്ട് ഇളവ് നൽകുന്നത് ആര് സംരക്ഷിക്കാനുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. അത് പക്ഷേ LDF-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDF-നെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും പറയാൻ കഴിയില്ല. ശരി അർജുൻ, വ്യക്തമാണ്. ഇനിയിപ്പം ഈ ഒരു വിഷയത്തിൽ ഞാനൊരു കൺക്ലൂഷൻ പറയേണ്ട ആവശ്യമില്ല. കാരണം രണ്ടുപേരും വിശദമായി തന്നെ എന്താണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയുകയായിരുന്നു. VS അനുവും നമ്മുടെ
അർജുനും. ചുരുക്കത്തിൽ ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്നത് ഈ തിങ്കളാഴ്ച ധനബില്ല് വരുന്ന സമയത്ത് ഈ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ എന്താകും UDF ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം എന്നുള്ളതും നമുക്കിനി കാത്തിരുന്നറിയാം.